230 യാത്രക്കാർ, 12 ജീവനക്കാർ, മൊത്തം 242 പേരുമായി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 1:38 ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനം പറന്നുയരാൻ തുടങ്ങി. എന്നാൽ വെറും 32 സെക്കൻഡിനുള്ളിൽ ആ വിമാനം തൊട്ടടുത്ത BJ മെഡിക്കൽ കോളേജ് വളപ്പിലെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചിറങ്ങി. പിന്നെ ഒരു തീഗോളമായി പൊട്ടിത്തെറിച്ചു. 242-ൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും കത്തിയമർന്നു. തിരിച്ചറിയാനാവാത്ത വിധം അവരുടെ ശരീരങ്ങൾ ഛിന്നഭിന്നമായി. കോളേജ് ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളും തൊഴിലാളികളുമടക്കം പിന്നെയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. സാങ്കേതിക തികവുള്ള വിമാനമെന്ന് അവകാശപ്പെടുന്ന ബോയിങ് വിമാനത്തിന് ഒരു നിമിഷ നേരം കൊണ്ട് എന്താണ് സംഭവിച്ചത്? ഒരു മഹാദുരന്തത്തിലേക്ക് എത്തിയതെങ്ങനെ? വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. രാജ്യത്തെ നടുക്കിയ ആ മഹാദുരന്തത്തിൻ്റെ ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന AI പ്രതീകാത്മക ദൃശ്യാവിഷ്കാരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. വിമാനത്തിലെ എമർജൻസി ലൊക്കേറ്റഡ് ട്രാൻസ്മിറ്ററും കണ്ടെടുത്തു. നേരത്തെ ഗുജറാത്ത് ATS നടത്തിയ പരിശോധനയിൽ വിമാനത്തിന്റെ DVR കണ്ടെത്തിയിരുന്നു. വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധന ഇപ്പോഴും തുടരുകയാണ്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന 12 പേരുടെ നില അതീവ ഗുരുതരമാണ്. BJ മെഡിക്കൽ കോളേജിലെ 4 വിദ്യാർത്ഥികൾ മരിച്ചുവെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. എന്നാൽ 50-ലേറെ വിദ്യാർത്ഥികൾ മരിച്ചതായി അഹമ്മദാബാദിലെ മലയാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. 50 പേരെ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. പക്ഷെ കുറെ പേര് മിസ്സിംഗ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 20-25 പേര് മിസ്സിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ചില ഫാമിലികൾ ഉൾപ്പെടെ. വിദ്യാർത്ഥികളിൽ ഇതുവരെ മലയാളികൾ ഇല്ല എന്നാണ് അറിവ്. ഇതുവരെ മിസ്സിംഗ് ഫോട്ടോസ് വന്നോലില്ല. ഇന്നലെ രാത്രിത്തെ കണക്കനുസരിച്ചിട്ടായിരുന്നു 50. ഇന്നത്തേക്ക് ആക്ച്വലി മിസ്സിംഗ് ആയിട്ടുള്ള പിള്ളേരുടെ ഫാമിലീനെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ DNA മാച്ചിങ് നടത്തിയിട്ട് അവരുടെ ആക്ച്വലി ബേൺഡ് ശരീരങ്ങളായ കാരണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ DNA മാച്ചിങ് നടത്തിയിട്ട് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫാമിലിനെ വിളിപ്പിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടം നടന്ന സ്ഥലവും പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരെയും കണ്ടു. അപകടത്തിൽ ബുദ്ധിമുട്ടുന്നവർക്കൊപ്പം രാജ്യം ഒന്നാകെയുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആദിൽ പാലോട് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തുണ്ട്. നോബൽ മാരിക്കാരൻ ആശുപത്രിയിലുമുണ്ട്. പിയ സുനിൽ ഡൽഹിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും. ആദ്യം ആദിൽ പാലോടിലേക്ക്. ആദിൽ പാലോട്, വൈകിയും രാത്രിയും തിരച്ചിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഒട്ടേറെ ബോഡികൾ കണ്ടെത്താനുണ്ട്. അവയുടെ DNA പരിശോധന നടത്തേണ്ടതുണ്ട്. 204 ബോഡികളാണ് ഇതുവരെ കണ്ടെടുത്തതെന്നാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരുന്ന വിവരം. അതേപോലെ ആശുപത്രിയിൽ DNA പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്ന് തോന്നുന്നു നോബൽ മാരിക്കാരൻ. നിങ്ങളിന്ന് കണ്ട കാഴ്ചകളും ആശുപത്രി പരിസരത്ത് നിന്ന് നമ്മൾ അനുഭവിച്ച നിമിഷങ്ങളും ഒന്ന് ഓർത്തെടുത്താൽ അത് എങ്ങനെയായിരിക്കും? ഇന്ന് പ്രധാനമന്ത്രി അടക്കം അവിടെ എത്തുകയും ചെയ്തിരുന്നു. DNA പരിശോധന വേഗത്തിൽ നടക്കുന്നുണ്ട്. DNA പരിശോധന വേണ്ടാത്ത മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്ന കാഴ്ചകളും കണ്ടു. വല്ലാതെ ഉള്ളുലയ്ക്കുന്നവയായിരുന്നില്ലേ ആ ദൃശ്യങ്ങൾ? നോബൽ, ആദിൽ. ഉറപ്പായി വരുൺകുമാർ, വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് രണ്ട് ഭാഗത്തു നിന്നും കണ്ടത്. നമ്മളിപ്പോൾ ഉള്ളത് സിവിൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം മുറിക്ക് തൊട്ട് മുന്നിലാണ് നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത്. ഞാൻ രാവിലെ മുതൽ തന്നെ ഈ അപകടമുണ്ടായ ഹോസ്റ്റലിലെ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുന്നിലായിരുന്നു. ആ കെട്ടിടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് എത്ര ആഘാതമുണ്ടായിരുന്നുവെന്ന്. വഴിയിലൂടെ സ്കൂട്ടറുമായി പോയ 2 പേർ ആ സ്ഫോടനത്തിന്റെ ആ തീജ്വാലയായ തീഗോളമായി വിമാനം മാറിയതിന്റെ ആഘാതത്തിൽ പൊള്ളലേറ്റ് മരിച്ചു എന്നുള്ളിടത്ത് പറയുമ്പോൾ അറിയാം അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോഴും അതിനുള്ളിൽ ഈ വിമാനം വന്നിടിക്കുന്നു. അതിന് പിന്നാലെ ഒരു തീഗോളമായി മാറുന്നു. തീജ്വാലകൾ ഉയരുന്നു, പുകച്ചുരുളുകൾ ഉയരുന്നു. കോൺക്രീറ്റ് പാളികളാകെ ഒരു കൂന പോലെ തന്നെ പല ഭാഗത്തും രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ജീവന്റെ തുടിപ്പുണ്ടോ, മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ള പരിശോധന ഇപ്പോഴും ആ കെട്ടിടത്തിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കിട്ടിയ മൃതദേഹങ്ങളൊന്നും തിരിച്ചറിയാനാകാത്ത വിധം പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റ് പൂർണ്ണമായി നടത്തി ഒരു വ്യക്തത വരുത്തിയാൽ മാത്രമേ മൃതദേഹങ്ങൾ കൈമാറാൻ കഴിയുള്ളൂ എന്നൊരു സ്ഥിതി കൂടിയുണ്ട്. അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള, മാനസികമായൊരു വിഷമം തോന്നുന്നൊരു സാഹചര്യമാണ് അഹമ്മദാബാദിലെ ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം കണ്ടത്. പ്രധാനമന്ത്രി കൂടി ഇന്ന് എത്തിയിരുന്നു. പ്രധാനമന്ത്രി എത്തി, അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം തന്നെയാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാരനെ കണ്ടു, മരിച്ച ആളുകളുടെ ബന്ധുക്കളെ കണ്ടു, പരിക്കേറ്റവർക്ക് സമാധാന വാചകങ്ങൾ നൽകി. അതിനുശേഷം ഉന്നതതല യോഗം കൂടിയതിനു ശേഷം എയർ ഇന്ത്യ സിഇഒയുമായി ഒരു ചർച്ച കൂടി നടത്തിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. അരുൺ.